ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഞങ്ങൾ പെരുമ്പാവൂർ വരെ പോകാൻ കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ചേട്ടനും നമ്മുടെ രുദ്രൂട്ടനും ദേവൂട്ടിയും പിന്നെ നമ്മുടെ റിച്ചൂട്ടനും ഞങ്ങൾ ഇത്രയും പേരോടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 10:30 ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 11 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ ടൈം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ വരെ വരാൻ 15 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ വന്ന് നേരെ ടിക്കറ്റൊക്കെ എടുത്തു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ റിച്ചൂട്ടന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇപ്പം ട്രെയിനകത്ത് പോകുന്നത്. പിന്നെ നമ്മുടെ രുദ്രൂട്ടനും ദേവൂട്ടി അവർ സെക്കൻഡ് ടൈമാണ് കേട്ടോ. ദേവൂട്ടി മാഹിയിൽ ട്രെയിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ രുദ്രൂട്ടനെ ഞങ്ങൾ ചാലക്കുടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അവന് ഓർമ്മയില്ല. എന്താണെന്ന് വെച്ചാൽ അവനെ കുഞ്ഞു പരുവത്തിലാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ അവനത് ഓർമ്മയില്ല. അന്ന് ഞങ്ങൾ മണിച്ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു വ്ളോഗായിട്ടൊക്കെ അന്ന് എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. പക്ഷേ അവന് ഓർമ്മയില്ല. അത് കുഞ്ഞു പരുവത്തിൽ കൊണ്ടുപോയതല്ലേ, അപ്പോൾ അവനത് ഓർമ്മയില്ല. അങ്ങനെ ട്രെയിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും 3 പേരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയ ട്രെയിനകത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ആരും ഇല്ലായിരുന്നു ട്രെയിനകത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റോളം അവിടെ പിടിച്ചിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിട്ടതുമൊക്കെ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് നമ്മൾ 2:45-3 മണിയൊക്കെ ആയി ഞങ്ങൾ ആലുവയിലെത്തിയപ്പം. അപ്പം നമ്മൾ ട്രെയിനകത്തുനിന്ന് അങ്ങനെ ഒന്നും മേടിച്ച് കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ബിരിയാണി അത് ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ട്രെയിനകത്തൊന്നും അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആലുവയിൽ ചെന്നിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചതൊക്കെ. ഈ ഒരു സമയത്തൊക്കെ നല്ലതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനഃപൂർവ്വം ട്രെയിനകത്തു നിന്ന് മേടിച്ച് കഴിക്കാനെയാണ് കേട്ടോ. പിന്നെ ആലുവയിൽ ചെന്നു. അവിടെയാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി മേടിച്ചു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ചിക്കൻ ബിരിയാണിയും പിന്നെ ചേട്ടൻ ബീഫ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടുത്തെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണിക്ക് 140 രൂപയല്ലേ ഉള്ളൂ റേറ്റ്. പക്ഷേ അതിൽ നമുക്ക് പപ്പടവും മുട്ടയൊക്കെ കിട്ടുമല്ലോ. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിൽ 180 രൂപയാണ് ഒരു ചിക്കൻ ബിരിയാണിയുടെ റേറ്റ്. പക്ഷേ പപ്പടമോ മുട്ടയൊന്നുമില്ല, സലാഡും അച്ചാറും മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ബീഫ് ബിരിയാണി നല്ലതായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വഴിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവരോട് ചോദിച്ചാണ് കേട്ടോ പോയതുമൊക്കെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പൈനാപ്പിൾ കൃഷിയായിരുന്നു കേട്ടോ. അവിടെ നിറയെ പൈനാപ്പിൾ കൃഷിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ കുറച്ച് നാളായിട്ടേ ഉള്ളൂ നട്ടിട്ട്. നേരത്തെ പാകമായ പൈനാപ്പിളൊക്കെ അവർ പറിച്ചു കേട്ടോ. അപ്പം അങ്ങേ അറ്റത്തായിട്ട് പറിക്കാൻ ഇനിയും ഇപ്പോൾ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ടേ ഉള്ളൂ നട്ടിട്ട്. അപ്പം ചിലതിനകത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ, ചിലതിനകത്തൊന്നും അങ്ങനെ കായൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇവരുടെ വീടിൻ്റെ മുകളിൽ കൂടെ 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് പോകും. അപ്പം ലാൻഡിംഗ് ഗിയറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നതൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും താഴ്ന്ന് ഫ്ലൈറ്റ് പോകുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്നത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച വൈകിട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി. ഞായറാഴ്ചയായിരുന്നു ഇവരുടെ റിസപ്ഷനൊക്കെ. ഇത് നേരത്തെ പാലുകാച്ചൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ റിസപ്ഷൻ പോലെ വെച്ചതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ട് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ തിങ്കളാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണമുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അന്ന് രാത്രിയിൽ അവിടെ കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ റിച്ചൂട്ടനാണെന്നുണ്ടെങ്കിൽ അവനെ സാധാരണ നമ്മുടെ വീട്ടിൽ വെച്ച് അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ നടക്കത്തുള്ളായിരുന്നു. അങ്ങനെ കൈ വിട്ട് ഇവനിങ്ങനെ നടക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് കേട്ടോ അവൻ ഇത്രയും ഒരു 5-6 സ്റ്റെപ്പ് ഇങ്ങനെ കൈ വിട്ട് നടക്കുന്നത്.
അങ്ങനെ എല്ലാവരും വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പം അവിടെ ആണെങ്കിൽ വൈകിട്ട് ഗാനമേളയും പിന്നെ അതേപോലെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ വകയും ഉണ്ടായിരുന്നു കേട്ടോ, മിമിക്രി അതും ഇതുമൊക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കിടന്നത്. ഇത് നമ്മുടെ റിസപ്ഷൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് വീടാണ്, പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, പിന്നെ ഒരു സിറ്റ് ഔട്ട്, കാർ പോർച്ച്, ഇത്രയാണ് കേട്ടോ വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു വീട് കേട്ടോ. ഇവിടുത്തെ അമ്മയായിട്ട് ഞങ്ങൾ പരിചയമാവുന്നത് നമ്മുടെ അമ്പലത്തിലെ പൂജയ്ക്ക് വന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 2:45 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്ക് ആലുവയിൽ നിന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3:45 ആയപ്പോഴത്തേക്കിനും ആലുവയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ട്രെയിൻ കുറേ ഡിലേ ആയിട്ടാണ് കേട്ടോ വന്നത്. 4:45 ആയപ്പോഴാണ് ട്രെയിൻ വന്നത് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വന്ന ട്രെയിനകത്താണെന്നുണ്ടെങ്കിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ റിച്ചൂട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് അതിലൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോയ ട്രെയിനകത്ത് നിറച്ച ആളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടി, പക്ഷേ ഞങ്ങൾ ഇരുന്നിടത്തെല്ലാം നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരുന്നു കേട്ടോ ട്രെയിനകത്ത്. അപ്പം നമ്മുടെ റിച്ചൂട്ടിനാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ മുതൽ തുടങ്ങിയ കരച്ചിലാണ് കേട്ടോ. മാവേലിക്കര വരെ അതിങ്ങനെ നീണ്ടു നിന്നു കേട്ടോ. ട്രെയിനകത്ത് നല്ല ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കോട്ടയൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറേ ആൾക്കാരൊക്കെ ഇറങ്ങുമായിരിക്കുമെന്ന്. പക്ഷേ മാവേലിക്കര വരെ നല്ല ആളായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിൽ അവനെ ഇങ്ങനെ എടുത്ത് അതും ഇതുമൊക്കെ കാണിച്ചൊക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തിയൊക്കെ നിർത്തി. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിൽ ചെന്നായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.